നമ്മുടെ തെങ്ങുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പോഷകങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന വിവിധ ജീവാണുക്കളുണ്ട്. അത്തരം ജീവാണുക്കളെ ഒരു കിറ്റിൽ കിട്ടിയാൽ അതല്ലേ നല്ലത്. അങ്ങനെ ഒരു കിറ്റുണ്ട്. നമുക്ക് ആ കിറ്റിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട്, അപ്ടെക് ലിമിറ്റഡ്. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ കിറ്റ്, അപ്ടെക് ബയോ ഓർഗാനിക് കോക്കനട്ട് സ്പെഷ്യൽ. ഇതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ജീവാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യുന്ന ജീവാണു, മണ്ണിലെ ഫോസ്ഫറസ് സംയുക്തങ്ങളെ വിഘടിപ്പിക്കുന്ന ജീവാണു, പൊട്ടാഷ് സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് വേരുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ജീവാണു, വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്ന ജീവാണു, അതോടൊപ്പം തന്നെ രോഗകീട പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ തെങ്ങുകളെ സഹായിക്കുന്നു വിവിധ ജീവാണുക്കൾ. ഇങ്ങനെയുള്ള ഒരു ജീവാണുക്കളുടെ കൺസോഷ്യമാണ് നമ്മുടെ ഈ ബയോ കിറ്റ്. അപ്ടെക് ബയോ ഓർഗാനിക് കോക്കനട്ട് സ്പെഷ്യൽ എന്ന ഈ ജീവാണു വളം എങ്ങനെയാണ് നമ്മുടെ തെങ്ങിൻ തടത്തിൽ കൊടുക്കേണ്ടത്? ആദ്യമായി തെങ്ങിൻ തടം തുറന്ന് മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കണം. അതിനായി ഡോളോമൈറ്റോ കുമ്മായമോ നിർദ്ദേശിക്കുന്ന അളവിൽ മണ്ണിൽ കൊടുത്ത് തടം നനച്ചു കൊടുക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ജീവാണുവളം നമുക്ക് മണ്ണിൽ കൊടുക്കാവുന്നതാണ്. ഈ കിറ്റിനോടൊപ്പം നല്ല ജൈവവളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തടത്തിൽ കൊടുക്കണം. അപ്ടെക് ബയോ ഓർഗാനിക് ജൈവവളം തണലിൽ നന്നായി നിരത്തിയിടുക. അപ്ടെക് ബയോ ഓർഗാനിക് കോക്കനട്ട് സ്പെഷ്യൽ കിറ്റുകളിലെ ഓരോ പാക്കറ്റുകളും ഈ വളത്തിന് മുകളിലേക്ക് പൂർണ്ണമായും ചേർത്ത് കൊടുക്കുക. വളവും സ്പെഷ്യൽ കിറ്റിലെ മിശ്രിതങ്ങളും തമ്മിൽ നന്നായി യോജിക്കുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തയ്യാറാക്കിയ അപ്ടെക് ബയോ ഓർഗാനിക് കോക്കനട്ട് സ്പെഷ്യൽ ജൈവവള മിശ്രിതം തെങ്ങിൻ്റെ തടത്തിന് ചുറ്റുമായി ഇട്ടുകൊടുത്തു നന്നായി നനച്ചു കൊടുക്കുക. എന്ത് അനുപാതത്തിൽ കൊടുക്കണം? തൈത്തെങ്ങുകൾക്കാണെങ്കിൽ 1 കിലോഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തടത്തിൽ കൊടുക്കണം. കായ്ഫലമുള്ള തെങ്ങുകൾക്കാണെങ്കിൽ 3 മുതൽ 5 കിലോഗ്രാം വരെ തടത്തിൽ കൊടുക്കണം. എപ്പോഴൊക്കെ കൊടുക്കണം? അത് മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുക്കണം. എന്ന് വെച്ചാൽ കാലവർഷത്തിലും തുലാവർഷത്തിലും ആ മഴയോടനുബന്ധിച്ച് വേണം വളപ്രയോഗം നടത്തേണ്ടത്.